ഇവനാണ് ബേബെ. അമ്മിണി അമ്മ ഇവനെ ഓമനിച്ചു വഷളാക്കി വെച്ചിരിക്കുകയാണ്. അമ്മിണിയമ്മേ, ഇവൻ കാണിക്കുന്നത് കണ്ടോ? ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. ഞങ്ങളുടെ ബോട്ട് മൊത്തം ഇവൻ തിന്നു തീർക്കും. വെറുതെ കഥയുണ്ടാക്കാൻ നോക്കണ്ട. എന്റെ ബേബെ അങ്ങനൊന്നും ചെയ്യില്ല. ഒരു ദിവസം മേയാൻ പോയ ബേബെ വഴിതെറ്റി മറ്റെവിടെയോ എത്തി. മേയാൻ പോയ ബേബെ എത്തിയില്ലേ അമ്മിണിയമ്മേ? ബേബേ, ഇവനിതെവിടെ പോയി കിടക്കുന്നു? കുട്ടികളെ, എന്റെ ബേബയെ ഒന്ന് കണ്ടുപിടിച്ചു തരാമോ? ഞാനിവിടെ എല്ലാം നോക്കി. ബേബേക്ക് ഇനി കാട്ടിലെവിടെങ്കിലും വഴിതെറ്റി കാണുമോ? ഈ നദി കാട്ടിലൂടെയല്ലേ ഒഴുകുന്നത്. നമുക്ക് ഇവിടുന്ന് നിർത്താതെ കടലാസ് വഞ്ചികൾ അയച്ചാലോ? അവർ പുഴക്കരയിലിരുന്ന് ബേബയ്ക്കായി വഞ്ചികൾ അയക്കാൻ തുടങ്ങി. കാട്ടിലകപ്പെട്ട ബേബെ പെട്ടെന്ന് വഞ്ചികൾ ശ്രദ്ധിച്ചു. അവ ഒഴുകി വന്ന ദിശയിലേക്ക് ഓടാൻ തുടങ്ങി. നന്ദി കുട്ടികളെ, നിങ്ങളുടെ വഞ്ചികളാണ് എന്റെ ബേബയെ കണ്ടുപിടിക്കാൻ സഹായിച്ചത്. പിന്നീട് വൈകുന്നേരങ്ങളിൽ ബേബയും കുട്ടികൾക്കൊപ്പം സന്തോഷത്തോടെ കളിച്ചു. പക്ഷേ ബേബയുടെ കുസൃതിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. Tomato Town